സന്നദ്ധ സംഘടനയായ HRDSനെതിരെ ഗുരുതര ആരോപണം. സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരായ പോക്സോ കേസ് ഒതുക്കി തീർക്കാൻ പണമൊഴുക്കിയെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ പറഞ്ഞു. ആരോപണം നിഷേധിച്ച HRDS പരാതിക്കാരന് പിന്നിൽ മറ്റാരുടെയോ ഗൂഢാലോചനയുണ്ട് എന്ന് മറുപടി നൽകി. കഴിഞ്ഞ ദിവസമാണ് HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരെ മുൻ ജീവനക്കാരൻ ഡൽഹി പോലീസിൽ പരാതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത മകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ ഒരു ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം അജി കൃഷ്ണനെ വിട്ടയച്ചിരുന്നു. ഇതോടെയാണ് കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ പറയുന്നത്. HRDSൽ സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്. മുൻ കേന്ദ്രമന്ത്രി S കൃഷ്ണകുമാറിനെതിരായ വ്യാജ പീഡന പരാതിക്ക് പിന്നിൽ അജി കൃഷ്ണനെന്നും ആരോപണം ഉന്നയിച്ചു. ഞാൻ പരാതിക്ക് പോയ പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തത് അല്ലെങ്കിൽ പൈസ ചെലവഴിച്ച് അത് മറികടന്നു. S കൃഷ്ണകുമാറിനെതിരെ പോലും HRDSന്റെ സ്റ്റാഫിനെ വെച്ചിട്ട് പരാതി കൊടുത്ത ചരിത്രമുണ്ട്. സംഘപരിവാർ സംഘടനയാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടെന്നും പ്രധാനമന്ത്രി സഹായിക്കുന്നുണ്ടെന്നും അമിത്ഷാജിയുടെ ഓഫീസ് സഹായിക്കുന്നുണ്ടെന്നും വ്യാജമായി പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. പരാതിക്കാരന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് HRDS. സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തപ്പോൾ മുതൽ HRDSനെ വേട്ടയാടുന്നുവെന്ന് പ്രൊജക്ട് ഡയറക്ടർ ബിജു കൃഷ്ണൻ ആരോപിച്ചു. ഇത് ഞങ്ങളുടെ ഒരു മുൻ ജീവനക്കാരൻ, ഇതിലെ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. ഞങ്ങളുടെ പ്രോജക്റ്റിന് ഫണ്ടിന്റെ കാര്യം സംബന്ധിച്ച് ചോദിച്ചു. ഫണ്ട് CSR ഫണ്ടാണ് ഞങ്ങൾ ലക്ഷ്യപ്പെടുന്നത് ഇവിടെ ഇന്ത്യയിൽ. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് HRDSനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങളുടെ ഭാഗം പറയേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ മറ്റാരോ ഇയാളെ സഹായിക്കുന്നുണ്ട്. അതായത് HRDSനെ തകർക്കാന്നോ അയാളുടെ ലക്ഷ്യം. അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ഉടൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും. നിയമപരമായി നേരിടുമെന്ന് HRDSും അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.